എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങാച്ചാറാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മാങ്ങാച്ചാറ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മീഡിയം പുളിയുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഒട്ടും പുളിയില്ലാത്ത മാങ്ങേനെക്കാട്ടിലും കുറച്ച് പുളിയുള്ള മാങ്ങയാണ് നല്ലത്. 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. തൊലി കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞിട്ടും അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാറ് തയ്യാറാക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. അതല്ല നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. എപ്പോഴും അച്ചാറിടുമ്പോൾ കുറച്ച് ദിവസം വെച്ചിട്ട് എടുക്കുമ്പോഴാണ് നല്ലതുപോലെ ആ ഒരു ഉപ്പും പുളിയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കട്ടിക്കായമാണെങ്കിൽ ഈ ഒരു സമയത്ത് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണ്ട. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത മാങ്ങ മിനിമം 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അച്ചാർ തയ്യാറാക്കാൻ നന്നായി ചൂടായ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഇടണമെങ്കിൽ ഇടാം. വെളിച്ചെണ്ണയെക്കാട്ടിലും കുറച്ച് നാൾ കേടാവാതിരിക്കുന്നത് നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ്. 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. 2 തുടം വെളുത്തുള്ളി അല്ലെങ്കിൽ 30 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 4 മുതൽ 6 വരെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ തന്നെ മതിയാവും. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറവായിരിക്കും, പക്ഷെ അച്ചാറിന് നല്ല കളർ കൊടുക്കാൻ ഈ ഒരു മുളക് പൊടി ഹെൽപ്പ് ചെയ്യും. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ പച്ചമണം മാറുന്നിടം വരെ എണ്ണയിൽ വഴറ്റി കൊടുക്കുക. 2-3 മിനിറ്റ് എടുക്കുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ട് 3 മിനിറ്റിന് ശേഷം എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്ന ആ ഒരു മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മിക്സ് ചേർക്കണം. മുൻപും അച്ചാറിൻ്റെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഏകദേശം സെയിം ആണെങ്കിൽ പോലും ചെയ്യുന്ന രീതിയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഓരോ അച്ചാറിനും ഡിഫറെൻ്റ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു അച്ചാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു അച്ചാറിൽ മാങ്ങ നമ്മൾ വേവിക്കുന്നില്ല. പച്ച മാങ്ങയിലേക്കാണ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. മുന്നേ ചെയ്തിട്ടുള്ള ഒരു അച്ചാറിലാണെങ്കിൽ ഞാൻ വേവിച്ചിട്ടുണ്ട് മാങ്ങ, അല്ലെങ്കിൽ ചൂടാക്കിയിട്ടുണ്ട്. ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പഴയ കാല പാക്കറ്റിലൊക്കെ കിട്ടുന്ന നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു ടേസ്റ്റാണ്. നേരത്തെ മസാല തയ്യാറാക്കിയ അതേ പാനിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാരണ വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഈ വെള്ളത്തിൽ ചേർക്കാം. കായപ്പൊടിയല്ല കട്ടിക്കായം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നേരത്തെ കായം ചേർത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് കനത്തിലുള്ള കായം ഈ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. അതിനുശേഷം നല്ലപോലെ വെള്ളം തിളയ്ക്കണം. നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് ചാറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മാങ്ങാച്ചാറിൻ്റെ ഒരു പ്രത്യേകതയാണ് കുറച്ച് ചാറോട് കൂടിയ മാങ്ങാച്ചാറാണ്. ഒരുപാട് വെള്ളം ചേർക്കരുത്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർക്കാം 1 കിലോ മാങ്ങയ്ക്ക് എടുക്കുന്ന സമയത്ത്. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഉപ്പോ മറ്റോ വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നിങ്ങൾ എടുക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണ്ട. പുളി കുറവുള്ള മാങ്ങയാണ്, ഒരു മീഡിയം പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി അവസാനം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അച്ചാർ കേടാവാതിരിക്കാനും നല്ലതാണ്, ഒരു ടേസ്റ്റിനും നല്ലതാണ്. ഇനി വിനാഗിരി ചേർക്കാതെയും ഈ അച്ചാർ സൂക്ഷിക്കാൻ പറ്റും. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ചാൽ മതി. കുറച്ച് നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ലതുപോലെ ആ ഒരു ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റിൽ അച്ചാർ കിട്ടിക്കോളും. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് അത്ര പുളി ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാൻ കാരണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ചേർത്ത ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് ചെറുതായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് മാറിയതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്താക്കി ഒരു കുപ്പിയിലാക്കി വെച്ച് കൊടുക്കാം. എപ്പോഴും അച്ചാർ കേടാവാതിരിക്കാൻ അച്ചാറിലിടുന്ന സ്പൂണിൽ ഒട്ടും ജലാംശം ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ നല്ലതുപോലെ അടച്ച് വയ്ക്കുക. ഇതൊരു 2-3 ആഴ്ച ഇരിക്കും തോറും ഇതിൽ നിന്നുള്ള ആ ഒരു ചാറെല്ലാം നല്ലതുപോലെ അതിലേക്ക് മിക്സായി കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.